മിശിഹായിൽ അനുഗ്രഹീതരായവരെ, ദിവ്യകാരുണ്യ ഈശോ പരിശുദ്ധ കർമ്മല മാതാവിലൂടെ നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ, ആശീർവദിക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. കർത്താവിൻ്റെ കൃപ ഈ ദിവസം മുഴുവനും നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ. സ്നേഹദൂത ശുശ്രൂഷയിൽ സംബന്ധിക്കുന്ന നിങ്ങളുടെ എല്ലാവരുടെയും നിയോഗങ്ങളെ പരിശുദ്ധ കർമ്മല മാതാവ് ഏറ്റെടുത്ത് ഈശോയുടെ മുമ്പിൽ സമർപ്പിക്കട്ടെ. ഇന്ന് തിരുസഭ കർമ്മല മാതാവിൻ്റെ തിരുനാൾ കൊണ്ടാടുമ്പോൾ വിശുദ്ധ സൈമൺ സ്റ്റോക്കിന് പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ട് ഉത്തിരിയം നൽകി അത് ധരിക്കണമെന്ന് ആവശ്യപ്പെടുകയാണ്. കർമ്മലമലയിലാണ് കർമ്മലീത്ത സഭയുടെ ആരംഭം. പ്രിയപ്പെട്ട ദൈവമക്കളെ, പരിശുദ്ധ അമ്മ ഈ ഉത്തിരിയം നൽകി അത് ധരിക്കണമെന്ന് ആവശ്യപ്പെടുമ്പോൾ ഉത്തിരിയം ധരിക്കുന്നവരെ ദൈവം കാത്തുസൂക്ഷിക്കുമെന്ന് പരിശുദ്ധ അമ്മ പഠിപ്പിക്കുന്നുണ്ട്. ഉത്തിരിയം ധരിക്കുന്നവർക്ക് പരിശുദ്ധ അമ്മ മാധ്യസ്ഥയുമായിരിക്കും. ഉത്തിരിയം ധരിക്കുക എന്ന് പറയുമ്പോൾ പരിശുദ്ധ അമ്മയുടെ ആഭരണമായിട്ട് നമ്മളതിനെ കാണണം. പരിശുദ്ധ അമ്മയുടെ ആഭരണം എന്താ? വിശുദ്ധിയാണ്. തൻ്റെ ആത്മാവിനെയും ശരീരത്തെയും പരിശുദ്ധ അമ്മ വിശുദ്ധിയിൽ കാത്തു സൂക്ഷിച്ചു. ഈ ഉത്തിരിയം ധരിക്കുമ്പോൾ നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിലുണ്ടായിരിക്കേണ്ട ചിന്തയും ഇതായിരിക്കണം: ഞാൻ വിശുദ്ധിയിൽ ജീവിക്കേണ്ട വ്യക്തിയാണ്. ഒരു ദൈവ ഓർമ്മ ഇതിലൂടെ നമ്മിലേക്ക് നൽകപ്പെടുകയാണ്. ദൈവ സാന്നിധ്യം നമ്മിലേക്ക് നൽകപ്പെടുകയാണ്. ഈ ഉത്തിരിയം നമ്മൾ ധരിച്ച് ഇതിനെ നോക്കി നമ്മൾ നടക്കുമ്പോൾ ദൈവ സാന്നിധ്യത്തിൻ്റെ ഓർമ്മയിലേക്ക് നമ്മൾ ഓരോരുത്തരും ഉയർത്തപ്പെടുകയാണ്. ആ നിമിഷം ദൈവം നമ്മെ ഓരോരുത്തരെയും സംരക്ഷിക്കും. പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയും നമ്മൾ ആ നിമിഷം അപേക്ഷിക്കുകയാണ്. ഈ ഉത്തിരിയം നമുക്ക് സംരക്ഷണമായി തീരേണ്ടത് ഇങ്ങനെയാണ്. നമ്മുടെ എല്ലാവരുടെയും കഴുത്തിൽ ഒരു ഉത്തിരിയം നമ്മൾ ധരിക്കണം. ഇത് നമ്മളെ ദൈവ ഓർമ്മയിലേക്ക് നയിക്കും. പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥത അപേക്ഷിക്കുന്നതിലേക്ക് നയിക്കും. അതുകൊണ്ട് നമ്മുടെയൊക്കെ കുടുംബത്തിലുള്ള കുഞ്ഞുങ്ങളുടെ കഴുത്തിലും അതുപോലെ തന്നെ നമ്മുടെ ഓരോരുത്തരുടെയും കഴുത്തിലും ഒരു ഉത്തിരിയം വാങ്ങി ധരിക്കുക. അത് അനുഗ്രഹമാണ്. ഇത് മറ്റുള്ളവർ കാണുമ്പോഴോ അവർ പോലും ദൈവത്തിൻ്റെ ഓർമ്മയിലേക്ക് കടന്നു വരും. ഈ ഉത്തിരിയം നമ്മുടെ ശരീരത്തിൽ കാണുമ്പോൾ മറ്റുള്ളവർക്കും ഈ ഓർമ്മ കൊടുക്കുകയാണ് നമ്മൾ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഉത്തിരിയം നിങ്ങളെല്ലാവരും ധരിക്കുക. കർമ്മലമല ദൈവസാന്നിധ്യത്തിൻ്റെ ഇടമായിട്ടാണ് നമ്മൾ കരുതുന്നത്. ദൈവത്തെ കേൾക്കാൻ പ്രാർത്ഥനയിൽ നമ്മൾ ഓരോരുത്തരും ഉയരണം. കർമ്മല മലയിലേക്ക് കയറുന്നത് എന്തിനാ? ദൈവത്തെ കാണാനും ദൈവത്തെ കേൾക്കാനുമാണ്. പ്രാർത്ഥനയുടെ ഒരു ഉയർച്ച നമ്മുടെ ജീവിതത്തിലുണ്ടാകണം. പ്രാർത്ഥനയെ ഒരു മലയാക്കി നമ്മുടെ ജീവിതത്തിൽ നമ്മൾ മാറ്റണം. പ്രാർത്ഥനയിൽ ദൈവത്തെങ്കിലേക്ക് ഉയർത്തപ്പെടേണ്ടവരാണ് നമ്മൾ ഓരോരുത്തരും എന്നുള്ള ബോധ്യം ഹൃദയത്തിലുണ്ടായിരിക്കട്ടെ. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇന്ന് പരിശുദ്ധ കർമ്മല മാതാവിൻ്റെ തിരുനാൾ നമ്മൾ ഓരോരുത്തരും കൊണ്ടാടുമ്പോൾ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് എന്തുമാത്രം ഉയർച്ചയുണ്ട് എന്ന് നമ്മൾ പരിശോധിച്ച് നോക്കണം. അനുദിനം സാധാരണ നടത്തുന്ന കുറച്ച് പ്രാർത്ഥനകളുമൊക്കെ ആയിട്ട് നടക്കുന്നവരാണോ നമ്മൾ? അതിൻ്റെ ഉപരി പ്രാർത്ഥനയിലൊരു വളർച്ച, പ്രാർത്ഥനയിലൊരു ഉയർച്ച നമ്മുടെ ജീവിതത്തിൽ നേടിയെടുക്കാനായിട്ട് നമുക്ക് സാധിച്ചിട്ടുണ്ടോ? ഈ പ്രാർത്ഥനയിലെ വളർച്ചയും ഉയർച്ചയുമാണ് ദൈവത്തെങ്കിലേക്ക് നമ്മൾ അടുപ്പിക്കുന്നത്. മലയിലേക്ക് പോവുക, ദൈവസാന്നിധ്യത്തിലേക്ക് പോവുക എന്ന് പറയുമ്പോൾ പ്രിയപ്പെട്ട ദൈവമക്കളെ, പ്രാർത്ഥനയിൽ വളരുമ്പോൾ നമ്മൾ ദൈവത്തോട് ഓരോ നിമിഷവും അടുക്കുക. പ്രാർത്ഥന വർദ്ധിപ്പിക്കണം. ദൈവത്തോട് അടുക്കണമെങ്കിൽ പ്രാർത്ഥന വർദ്ധിപ്പിക്കണം. യാക്കോബ് ശ്ലീഹ പഠിപ്പിക്കുന്നില്ലേ? ദൈവത്തോട് ചേർന്ന് നിൽക്കുമ്പോൾ ദൈവം നിന്നോടും ചേർന്ന് നിൽക്കും. നീ ദൈവത്തോട് പ്രാർത്ഥനയിൽ ചേർന്ന് നിൽക്കുമ്പോൾ ദൈവം നിന്നോടും ചേരും. പ്രാർത്ഥനയിൽ നീ ദൈവത്തിലേക്ക് ഉയരണം. പ്രാർത്ഥനയിൽ നീ ദൈവത്തിലേക്ക് ഉയരുമ്പോൾ ദൈവം നിന്നോടും ചേർന്ന് നിൽക്കുമെന്നുള്ള കാര്യം നീ മറന്നു പോകരുത്. അതുകൊണ്ട് ഇന്ന് കർമ്മല മാതാവിൻ്റെ തിരുനാൾ നമ്മൾ കൊണ്ടാടുമ്പോൾ നമ്മുടെ പ്രാർത്ഥനാ ജീവിതത്തെ നമുക്ക് പ്രത്യേകമായിട്ട് പരിശോധിക്കാം. എന്തുമാത്രം പ്രാർത്ഥനയിൽ ഉയർച്ച നമ്മൾ നേടിയിട്ടുണ്ട്? അതോ തളർന്നു കിടക്കുന്ന ഒരു പ്രാർത്ഥനാ ജീവിതമാണോ നമുക്കുള്ളത്? തളർന്നു കിടക്കുന്ന പ്രാർത്ഥനാ ജീവിതമാണ് നമുക്കുള്ളത് എങ്കിൽ
നിരാശയിൽ, സങ്കടത്തിൽ, പാപത്തിൽ പ്രാർത്ഥന നശിച്ചു പോയിട്ടുണ്ടെങ്കിൽ ഇന്ന് പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയോട് ചേർന്ന് നിന്നുകൊണ്ട് നമ്മുടെ പ്രാർത്ഥനയെ വളർത്തുന്നതിന് വേണ്ടി നമുക്ക് പരിശ്രമിക്കാം. അതിനുവേണ്ടിയുള്ള തുടക്കം ഈ കർമ്മല മാതാവിൻ്റെ തിരുനാളിൽ നമുക്ക് ആരംഭിക്കാം. ജപമാല കരങ്ങളിലെടുക്കാം, അമ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കാം, ഈശോയെ നമുക്ക് ധ്യാനിക്കാം, ഈശോയിലേക്ക് കൂടുതൽ അടുക്കാം. കരങ്ങളെ യാചനയോടെ പിടിക്കാം. ഈ ദിവസത്തിന് എല്ലാ കാര്യങ്ങളെയും പരിശുദ്ധ കർമ്മല മാതാവിൻ്റെ മധ്യസ്ഥത വഴി ഈശോയ്ക്ക് കൊടുത്ത് സ്തുതിക്കാം. ഹല്ലേലൂയ. ഈശോയെ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവായ ഈശോയെ, സ്നേഹദൂത ശുശ്രൂഷ സംബന്ധിക്കുന്ന എല്ലാ മക്കളെയും പരിശുദ്ധ കർമ്മല മാതാവിൻ്റെ മധ്യസ്ഥത വഴി അവിടുത്തെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു തരുന്നു. ഇവരെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ, സംരക്ഷിക്കണമേ. കർമ്മല മാതാവിൻ്റെ മധ്യസ്ഥ ഇവർക്ക് ഓരോരുത്തർക്ക് ലഭിക്കട്ടെ, ഇവരുടെ കുടുംബങ്ങൾക്ക് ലഭിക്കട്ടെ, അധ്വാനങ്ങൾക്ക് ലഭിക്കട്ടെ. അമ്മയുടെ മധ്യസ്ഥത വഴി ഇവരെ അങ്ങ് അനുഗ്രഹിക്കണമേ. ഈശോയെ, ദിവ്യകാരുണ്യത്താൽ ആശീർവദിക്കുമ്പോൾ ഇവരിൽ നിന്ന്, ഇവരുടെ കുടുംബത്തിൽ നിന്ന്, ഇവരുടെ അധ്വാന മേഖലകളിൽ നിന്ന്, ഇവർ ചെയ്യുന്ന കാര്യങ്ങളിൽ നിന്ന് സർവ്വ തിന്മകളും ബന്ധനങ്ങളും കെട്ടുകളും പിശാചിൻ്റെ ഉപദ്രവങ്ങളും നാരകീയ ശക്തികളുടെ പ്രവർത്തനങ്ങളും പൈശാചിക അരൂപികളുടെ പ്രവർത്തനങ്ങളും നിർവീര്യമായി തീരട്ടെ. എല്ലാ കെട്ടുകളും ഇവരുടെ ജീവിതത്തിൽ നിന്ന് അഴിയട്ടെ, എല്ലാ തിന്മകളും തകരട്ടെ, എല്ലാ ദുഷ്ടതയുടെ കെട്ടുകളും അഴിയട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വര എന്നേക്കും. ആമേൻ.